ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ എന്ന് കളിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. അതായത് ഇതുവരെ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെയ്ത്തിക്കെതിരെയുള്ള രണ്ടാമത്തെ മത്സരത്തിലും നെയ്മർ കളിക്കുന്ന കാര്യം സംശയത്തിലാണ്. ഗ്രൂപ്പ് സ്റ്റേജ് തന്നെ മുഴുവനായിട്ടും അദ്ദേഹത്തിന് നഷ്ടമാകുമോ എന്ന ഭീതിയും ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ റൊണാൾഡോ നസാരിയോ നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ. മത്സരത്തിൻ്റെ സാഹചര്യത്തിന് അനുസരിച്ചുകൊണ്ടാണ് നെയ്മറെ കളിപ്പിക്കേണ്ടത് എന്നൊക്കെയാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിവുള്ള താരമാണ് നെയ്മർ. അസാധാരണമായ ഒരു താരമാണ്, എല്ലാവരിൽ നിന്നും തീർത്തും വ്യത്യസ്തനായ ഒരു താരം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ തന്നെയാണ്. അതായത് എത്ര സമയം അദ്ദേഹത്തിന് കളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതും അതോടൊപ്പം മത്സരത്തിൻ്റെ സാഹചര്യങ്ങളും മത്സരത്തിൻ്റെ സ്കോറുമാണ്. ബ്രസീൽ മികച്ച ലീഡിൽ മുന്നിലാണെങ്കിൽ മുന്നേറ്റ നിരയിലേക്ക് ഒരു എക്സ്ട്രാ താരത്തെ കൂടി ഉൾപ്പെടുത്താം. എന്നാൽ ലീഡ് വളരെ കുറവാണെങ്കിൽ, ഒരു നേരിയ ലീഡ് മാത്രമാണ് ഉള്ളത് എങ്കിൽ ഒരു സ്ട്രൈക്കറെ പിൻവലിച്ചുകൊണ്ട് നെയ്മർ ജൂനിയറെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞേക്കും. കാരണം മധ്യനിരയിലും സഹായിക്കാൻ കഴിയുന്ന ഒരു താരമാണ് നെയ്മർ ജൂനിയർ. അതുകൊണ്ട് തന്നെ നെയ്മറെ എങ്ങനെ കളിപ്പിക്കണം എന്നുള്ളത് മത്സരത്തിൻ്റെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. അതായത് പകരക്കാരൻ്റെ വേഷത്തിൽ നെയ്മർ ജൂനിയർ വരികയാണെങ്കിൽ അത് മത്സരത്തിൻ്റെ സാഹചര്യങ്ങളെ അനുസരിച്ചാണ് എങ്ങനെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നിലകൊള്ളുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ എന്തായാലും സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവില്ല. ഇനി കളിക്കുകയാണെങ്കിൽ തന്നെ അവസാനത്തെ കുറച്ച് മിനിറ്റുകൾ മാത്രമായിരിക്കും. അതിന് തന്നെ അദ്ദേഹം ലഭ്യമാകുമോ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലാണ് വ്യക്തമാവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.